നമസ്കാരം. ഭാഗ്യം ചെയ്ത ഭാഗവത പ്രിയരെ, എപ്പോഴാണ് മനുഷ്യർ ഈശ്വരനെ അഭയം പ്രാപിക്കുന്നത്? നമ്മുടേതായിരിക്കുന്ന ബുദ്ധി കൊണ്ടോ, യുക്തി വിചാരങ്ങളെ കൊണ്ടോ, ശാരീരികമായ ബലം കൊണ്ടോ, അല്ലെങ്കിൽ ബാഹ്യമായ ഏതെങ്കിലും വസ്തുക്കളുടെ മാധ്യമങ്ങളുടെ സഹായം കൊണ്ടോ അവനവന് വന്നു ചേർന്നിരിക്കുന്ന ഒരു പ്രതിബന്ധത്തെ തരണം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ, അതിൽ സംശയം തോന്നുമ്പോൾ, തന്നെയും ചുറ്റുമുള്ള സകലതിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന, കാലത്തെ നിയന്ത്രിക്കുന്ന, പ്രകൃതി പരിണാമങ്ങളെ നമുക്ക് അത്ഭുതങ്ങളായി പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആ പരമമായ സത്യത്തെ അന്വേഷിക്കാൻ മനസ്സ് പ്രേരിതമാവുന്നു. ഇങ്ങനെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തിലേക്ക് ഓരോരുത്തരും പതുക്കെ പതുക്കെ എത്തിച്ചേരുന്നത്. ചിലർക്ക് ഭാഗ്യം കൊണ്ട് ജന്മനാ തന്നെ ആ ഈശ്വരീയമായിരിക്കുന്ന സങ്കല്പങ്ങളെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. മറ്റു ചിലർക്ക് ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ആ ഈശ്വര പ്രത്യക്ഷം അവനവന്റെ ഉള്ളിലെ അനുഭവങ്ങളായി, അത്ഭുതങ്ങളായി തെളിഞ്ഞു വരുന്നു. ഈശ്വരനെ ആശ്രയിക്കുന്ന നിമിഷം നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ പ്രപഞ്ചത്തെ സ്വാധീനിക്കാൻ ശക്തിയുള്ളവരല്ല എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവിൻ്റെ ഫലമാണ് ഭക്തിഭാവത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാരണത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നതും പ്രപഞ്ചത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നതായ ആ പരമമായ സത്യത്തെ, സത്യമായ പരത്തെ ധ്യാനിച്ചുകൊണ്ടാണ്. പരീക്ഷിത്ത് ഗംഗാനദീ തീരത്ത് അഭയം പ്രാപിച്ച് വിഷ്ണുപതിയായിരിക്കുന്ന ആ ഗംഗാതീർത്ഥത്തിലേക്ക് സ്വയം സമർപ്പിതനായി പ്രായോപവേശം ചെയ്ത് വർത്തിച്ചപ്പോൾ പരീക്ഷത്തിന്റെ സ്ഥൂല ശരീരത്തെ ശുദ്ധമാക്കുവാൻ, അല്ലെങ്കിൽ ജന്മാന്തര പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയുവാൻ വിഷ്ണുപതി തന്നെ ധാരാളം. ഗംഗാ നദി എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ജന്മാന്തര പാപശുദ്ധി അത് കൈവന്നാൽ പോലും ആത്മാവിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഈശ്വരീയമായിരിക്കുന്ന ആ തത്വങ്ങളിലേക്ക് മനസ്സ് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് പരീക്ഷിത്ത് അവിടെ ഇരുന്ന് ഭഗവത് കഥകൾ കേൾക്കണം എന്ന് ആഗ്രഹിച്ചത്. ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിൽ പ്രശ്നവിധി എന്ന് പറയുന്ന അധ്യായത്തിൽ എന്തിനാണ് പരീക്ഷിത്ത് കഥ കേൾക്കുന്നത് എന്ന് വ്യക്തമായി ബോധിപ്പിക്കുന്നുണ്ട്. കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേ കലേവരം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സ് ചേർത്ത് വെച്ച് എനിക്ക് ഈ ശരീരം ഉപേക്ഷിക്കണം. അപ്പോൾ മരണം എന്ന് പറയുന്ന ആ കാലബിന്ദു അതെപ്പോഴാണെന്ന് പരീക്ഷത്തിന് നന്നായിട്ടറിയാം. 7-ാം ദിവസം മരിക്കും എന്ന ശാപം കിട്ടിയവനാണ്. പക്ഷേ ആ മരണം എങ്ങനെയാകുമെന്നും അറിയാം. ആ മരണത്തിന്റെ അവസാന ബിന്ദുവിൽ പോലും കൃഷ്ണനെ സ്മരിക്കണം എന്ന ആഗ്രഹമാണ് പരീക്ഷത്തിനുള്ളത്. അല്ലാതെ മരണത്തെ തട്ടിമാറ്റണമെന്നോ, ആയുസ് വർദ്ധിപ്പിക്കണമെന്നോ, 7 ദിവസമല്ലേ ഉള്ളൂ എനിക്ക് ജീവിക്കാൻ, ആ 7 ദിവസം കൊണ്ട് ആവുന്നത്ര ശരീരസുഖങ്ങൾ അനുഭവിക്കണമെന്നോ ഒന്നുമല്ല പരീക്ഷിത്ത് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ പരീക്ഷത്തിനെ രാജർഷി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജാവായിരിക്കെ ഒരു ശാപം കാരണമാണെങ്കിലും തനിക്ക് ചുറ്റുമുള്ളതായ സകല സുഖഭോഗങ്ങളെയും ഒരു നിമിഷം കൊണ്ട് പരിത്യജിക്കുവാനുള്ള ശക്തി പരീക്ഷത്തിന് ലഭിച്ചത് ആ ശ്രീകൃഷ്ണ തത്വങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മഹാഭാരതമാകുന്ന മഹാസങ്കരത്തെ ജയിച്ച് ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി അവതാരം കൈക്കൊണ്ട പഞ്ചപാണ്ഡവരാകുന്നതായ ആ ദേവാംശ കുലത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെയാണ്.
അങ്ങനെയുള്ള പരീക്ഷിത്ത് കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് ശരീരത്തെ ഉപേക്ഷിക്കണം എന്നാഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആ പരീക്ഷത്തിന് ആ അനുഗ്രഹം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ സ്വയം ശ്രീശുക സ്വരൂപമായി അവതാരം കൈക്കൊണ്ട് അവിടെ എത്തി. കഥ പറയുന്നതും ഈശ്വരൻ, കഥയും ഈശ്വരൻ, കഥ കേൾക്കുന്നവനും ഈശ്വര സ്വരൂപമായി പരിണമിച്ചു. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്യാദി അവതാരങ്ങളെ ആ അവതാര മഹിമയിലൂടെ അത് കേൾക്കുന്നവരെ ഭഗവത് അനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന വിധത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ ശ്രീമദ് ഭാഗവതം കലികാലമായപ്പോൾ ആ ഈശ്വര കഥകളെ ആശ്രയിക്കാൻ ഏറ്റവും ഉത്തമമായിരിക്കുന്ന മാഹാത്മ്യമേറിയ ഗ്രന്ഥമായി നമ്മൾ ഭക്തജനങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അത് ചേർത്ത് വെക്കാനും ചില കാരണങ്ങളുണ്ട്. നമുക്ക് മുൻപേ നടന്നുപോയ മഹാരഥന്മാരായ ആളുകൾ അവരുടേതായിരിക്കുന്ന ജീവിത പന്ഥാവുകളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അവർ മുക്തി നേടിയത്, അതിനുവേണ്ടി അവർ ഏത് വിധത്തിലാണ് ഈശ്വരനെ ഉപാസിച്ചത്, ആ ഉപാസനാ മാർഗങ്ങളെ നമ്മൾ പിന്തുടരുകയാണ് ചെയ്തത്. പരീക്ഷിത്ത് ഭഗവത് കഥ കേട്ട് ജയിച്ചത് മരണത്തെയാണ്. സുനീതിയുടെ പുത്രനായിരിക്കുന്ന ധ്രുവൻ ഭഗവത് ഭക്തിഭാവം കൊണ്ട് ആ മരണത്തിന് മുമ്പിൽ പോലും പുഞ്ചിരി തൂകി നിന്നു. ധ്രുവന്റെ മുൻപിൽ വന്ന മരണദേവനാകട്ടെ വൈകുണ്ഠത്തിലേക്ക് കയറുവാനുള്ള ആ രഥത്തിന്റെ ചവിട്ടുപടിയായി മരണം സ്വയം തലകുനിച്ചു കൊടുത്തു. മൃത്യോർ മൂർധ്നി പദം ദത്വ, മരണത്തിന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ടാണ് വൈകുണ്ഠരഥത്തിലേക്ക് ധ്രുവൻ ഏറിയത്. ആ ഭക്തിഭാവത്തെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ തൂണിലുണ്ടോ നിന്റെ ഈശ്വരൻ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, എന്റെ ഈശ്വരൻ എന്നെ രക്ഷിക്കാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, എന്നെ മാത്രമല്ല അങ്ങയെയും സകല ചരാചരങ്ങളെയും രക്ഷിക്കുന്നത് ഈശ്വരൻ തന്നെ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പ്രഹ്ലാദന് ധൈര്യം കൊടുത്തത് ഈ ഭക്തിഭാവമാണ്. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ജീവചരിത്രങ്ങളിലൂടെയാണ് നമ്മളും ആ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും തൻ്റെ ജീവിതത്തിൽ ഒരു മഹാരോഗം പിടിപെട്ട് കഴിഞ്ഞപ്പോൾ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ എന്തിനെയാണ് ആശ്രയിച്ചത്, അതിനെ തന്നെ മേൽപ്പത്തൂരും ആശ്രയിച്ചു, ശ്രീമദ് ഭാഗവതമാകുന്ന മൃത്യുഞ്ജയോപനിഷത്തിനെ. മരണത്തെപ്പോലും ജയിക്കാനുള്ള ശക്തി പകർന്നു തരുന്നതാണ് ഈശ്വര കഥകൾ. ജനനത്തിനും മരണത്തിനും അതീതമായിരിക്കുന്ന ഒരു അനുഭവ ലോകമുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഭാഗവത ശാസ്ത്രത്തെ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ കവിതയാകുന്ന പ്ലാവില കൂട്ടി ആ ശ്രീമദ് ഭാഗവതത്തിലെ സാരവത്തായ അമൃത സന്ദേശങ്ങളെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആനന്ദരസം തുളുമ്പുന്ന വിധത്തിൽ ശ്ലോകങ്ങളായി പകർന്നു. ആ ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ തന്നെ അരികത്ത് തിരി നീട്ടിക്കൊടുത്തും എണ്ണയൊഴിച്ചു കൊടുത്തും വിളക്കിൽ ഭട്ടതിരിപ്പാട് ചൊല്ലുന്ന ഓരോ ശ്ലോകത്തിനും പുഞ്ചിരി തൂകി അഭിനന്ദിച്ചും ഒക്കെ അരികത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. തീർച്ചയായും നാരായണീയ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭഗവത് സാന്നിധ്യത്തിലൂടെ തന്നെയാണ് പട്ടേരിപ്പാടിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ശ്ലോകങ്ങൾ ഉണർന്നൊഴുകിയിട്ടുള്ളത്. അങ്ങനെയുള്ള നാരായണീയത്തിലെ ഭഗവത് ബാലലീലകളെ വർണ്ണിക്കുന്നതായ രംഗങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട തൃണാവർത്ത മോക്ഷമാണ് 43-ാമത്തെ ദശകത്തിൽ വർണ്ണിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ
ഭാഗവതം ശ്രീകൃഷ്ണ പ്രത്യക്ഷ സ്വരൂപമാണ്. പാദൗതു പ്രഥമസ്കന്ധോ എന്നിങ്ങനെ തുടങ്ങുന്നു. ഒന്നാമത്തെ സ്കന്ധം ഭഗവാന്റെ പാദം, രണ്ടാമത്തെ സ്കന്ധം ദ്വിതീയം ജാനുനീ സ്മൃതം മുട്ടുവരെയുള്ള ഭാഗം, മൂന്നാമത്തെ സ്കന്ധം തുട, നാലാമത്തെ സ്കന്ധം അരക്കെട്ട്, അഞ്ചാമത്തെ സ്കന്ധം വയറ്, ആറാമത്തെ സ്കന്ധം അതിനു മുകളിലുള്ള ഭാഗം, ഏഴാമത്തെ സ്കന്ധം മാറിടം, എട്ടാമത്തെ സ്കന്ധം ഭഗവാന്റെ ഹൃദയം, ഒമ്പതാമത്തെ സ്കന്ധം രണ്ട് തോളുകള്, പത്താമത്തെ സ്കന്ധം കർണാക്ഷി നാസികായുക്തം മുഖം ഈരിതം, ഭഗവാന്റെ മുഖം തന്നെയാണ്. പിന്നെ 11 ഭഗവാന്റെ മൂർധാവ്, 12 കേശാദിപാദം. ഈ സങ്കല്പമനുസരിച്ച് ഭഗവാന്റെ മുഖമാകുന്നതായ 10ാമത്തെ സ്കന്ധത്തിലെ 18ാമത്തെ ശ്ലോകം മുതൽ 16ാമത്തെ ശ്ലോകം വരെ ഉള്ള ഭാഗമാണ് 7ാമത്തെ അധ്യായത്തിലെ ഈ തൃണാവർത്ത മോക്ഷം എന്ന് പറയുന്നത്. കാറ്റിന്റെ രൂപത്തിൽ വന്ന് ഭഗവാനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു അസുരനെ ഭഗവാൻ വധിച്ചു. ബാലനായ കൃഷ്ണൻ വധിച്ചു. കഥ അത്രയേ ഉള്ളൂ. മധുരാപുരിയിലെ രാജാവായിരിക്കുന്ന കംസൻ തന്റെ അന്തകനായിരിക്കുന്ന ഈശ്വരൻ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന ഭഗവതിയുടെ വാക്കുകൾ കേട്ട് അനവധി അന്വേഷിച്ചു. ആ ഈശ്വരനെ കണ്ടെത്താൻ പറ്റിയില്ല. എന്തിനാണ്? തന്റെ മരണത്തിന് കാരണക്കാരനായ ആ ഈശ്വരനെ വധിക്കണം എന്നാഗ്രഹിച്ച ആസുരീയ ഭാവമാണ് കംസൻ. അങ്ങനെയുള്ള കംസന്റെ ദൂതന്മാരെ പല രൂപഭാവങ്ങളിൽ കംസന്റെ നിർദ്ദേശമനുസരിച്ച് അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു കംസന് പ്രിയം ചെയ്യുന്നതിന് വേണ്ടി. ദുഷ്ടന്മാരായിരിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായാൽ ആ ഭരണാധികാരികൾ സ്വാർത്ഥോന്മൂലിത സൗഹൃദ എന്ന് കംസനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓരോ ദേവകിയുടെ ഓരോ കുട്ടികളെയും വധിക്കുന്ന സമയത്ത് കംസനെ വിശേഷിപ്പിക്കുന്നത് സ്വാർത്ഥോന്മൂലിത സൗഹൃദ എന്നാണ്. സ്വാർത്ഥമായിരിക്കുന്ന സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉന്മൂലിത സൗഹൃദനായി തീർന്നവൻ, സൗഹൃദങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ മടിയില്ലാത്തവൻ. അപ്പോൾ തന്റെ സ്വാർത്ഥതയ്ക്ക്, തൻ്റെതായിരിക്കുന്നതായ നിലനിൽപ്പിന് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ മോഹങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, അവരെയൊക്കെ ഏത് തരത്തിൽ ദ്രോഹിക്കാനും മടിയില്ലാത്തവരായ ഭരണാധികാരികളുടെ പ്രതീകമാണ് കംസൻ. അങ്ങനെയുള്ള കംസഭൃത്യന്മാരാണ് അനവധി ദിക്കുകളിൽ അലഞ്ഞു നടന്നു ഈശ്വരനെ അന്വേഷിച്ചത്. പൂതനയെ വധിച്ചു. ഇവിടെ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ എന്ന പേര് ആ അസുരന് കൊടുത്തിരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ആ കഥ ആരംഭിക്കുന്നത് ഒരു മഹാദർശനത്തിന്റെ പ്രതീകമായിരിക്കുന്ന വർണ്ണനകളോടുകൂടിയാണ്. ഏകദാരോഹമാരൂഢം ലാലയന്തി സുതം സതി ഗരിമാണം ശിശോർവോഢും നസേഹേ ഗിരികൂടവത്. ഒരിക്കൽ യശോദ തന്റെ ഉണ്ണിയെ മടിയിൽ വെച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തതായ ഒരു ഭാരം തോന്നി. യശോദ അത്ഭുതത്തോടു കൂടി കുഞ്ഞിനെ നോക്കി വേഗം എടുത്ത് താഴെ വെച്ചു. കാരണം മടിയിൽ വെക്കാൻ സാധിക്കുന്നില്ല. ഗിരികൂടവത്ത്, ഒരു പർവ്വതം മടിയിലെടുത്ത് വെച്ച പോലെയാണ് കുട്ടിയുടെ ഭാരം. അതുവരെ ഇല്ലാത്ത ഭാരം. ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, 1ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചമായി ഭഗവാൻ അവതരിച്ചു എന്നാണ്. ഭഗവാന്റെ അവതാരത്തിൽ ആദ്യത്തെ അവതാരം യഥാർത്ഥത്തിൽ ഭഗവാൻ സ്വയം പ്രപഞ്ചമായി അവതരിച്ചു, വിരാട് പുരുഷനായി. സഹസ്ര ശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് വേദം. അപ്പൊ അങ്ങനെ സ്വയം പ്രപഞ്ചമായിരിക്കുന്ന ഭഗവാൻ ഞാൻ ആരാണ് എന്ന് യശോദയെ ബോധിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ തന്റെ അരികത്തേക്ക് വരുന്ന ചില ആളുകളെ അത് ബോധിപ്പിക്കേണ്ട സമയത്ത് ബോധിപ്പിക്കണം. ആ സമയത്ത് ഭഗവാൻ ചില മായകൾ കാണിക്കുന്നു, ചില ലീലകൾ ആടുന്നു. ആ ലീലകളിൽ ഒന്നാണ് ഭഗവാന്റെ ശരീരത്തിന് ഇങ്ങനെ ഒരു ഭാരം തോന്നി. യശോദ വേഗം താഴെ വെച്ചു. അത്ഭുതത്തോടു കൂടി ഇതെന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ തന്റെ ഭാരത്തെ യശോദയ്ക്ക് അനുഭവിക്കത്തക്ക വിധം
തോന്നിപ്പിക്കുക എന്ന ലീല കാണിക്കാനുള്ള കാരണമാണ് പിന്നെ തുടർന്ന് തൃണാവർത്തന്റെ കഥയായി വർണ്ണിക്കുന്നത്. ശ്രീമദ് ഭാഗവതം മഹത്തരമായിരിക്കുന്ന ഭക്തിഭാവങ്ങളുടെ വിവിധ തലങ്ങളിലുള്ള ദർശനങ്ങളെ അവതരിപ്പിക്കുന്ന ശാസ്ത്രമാണെങ്കിൽ ആ മഹാശാസ്ത്രത്തെ ഒരു കാവ്യമായി അവതരിപ്പിക്കുന്ന നാരായണീയകാരന്റെ ഹൃദയത്തിലൂടെ അത് ഉണർന്നൊഴുകുമ്പോൾ ആ രംഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട്, മനസ്സിൽ പ്രത്യക്ഷഭാവത്തിൽ അനുഭവിച്ചുകൊണ്ട്, ഈശ്വരനെ അനുഭവിക്കുന്നത് 3 തരത്തിലുള്ളതായ പ്രത്യക്ഷ പ്രമാണങ്ങളിലൂടെയാണ്. ഒന്ന് ചാക്ഷുഷ പ്രത്യക്ഷം, കണ്ണുകൊണ്ട് നേരിട്ട് കാണുക. കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നതായ ഈശ്വരൻ, ആരോടെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരമഭക്തിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകൾ പോലും ഇല്ല എന്നാണ് ഉത്തരം പറയുക. പക്ഷെ നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്ന ബിംബങ്ങളും ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ഈശ്വരനാണെന്നിരിക്കെ ഈശ്വരനെ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ എന്തിനാണ് ഇത്ര സംശയം? ധൈര്യപൂർവം ഭക്തിയോഗത്തിൽ അടിയുറച്ച് സഞ്ചരിക്കുന്നവരായ ആളുകൾക്ക് ഈശ്വരൻ പ്രത്യക്ഷമാണ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പൊ ചാക്ഷുഷ പ്രത്യക്ഷം, പിന്നെ ഒന്ന് മാനസ പ്രത്യക്ഷം, മനസ്സിൽ പ്രത്യക്ഷമാവുന്നു. മനസ്സിൽ പ്രത്യക്ഷമാവുന്നത് എപ്പോഴാണ്? ഇത്തരത്തിലുള്ള പുരാണ ഇതിഹാസാദികളൊക്കെ വായിക്കുന്ന സമയത്ത്, അത് കേൾക്കുന്ന സമയത്ത്, കഥ കേൾക്കുന്ന സമയത്തൊക്കെ മനസ്സിൽ മാനസ പ്രത്യക്ഷ രൂപത്തിൽ ഈശ്വരനെ നമുക്ക് അനുഭവിക്കാം. പിന്നെ ഒന്ന് ശബ്ദം, വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ, ഈശ്വര സങ്കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ ആ ശബ്ദത്തിലൂടെ, ആ ശബ്ദമായി തന്നെ നമ്മൾ ഈശ്വരനെ പ്രത്യക്ഷീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നാരായണീയകാരൻ മനോഹരമായിരിക്കുന്ന നാരായണീയമെന്ന കാവ്യത്തിലൂടെ ഭക്തഹൃദയത്തിൽ ഈശ്വരനെ മാനസ പ്രത്യക്ഷ ഭാവത്തിൽ അന്ന് ഉണ്ടായ ഓരോ സംഭവങ്ങളെയും അവതരിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ ഈശ്വരാവതാര കാലഘട്ടത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യുന്നു. അങ്ങനെ ഒരു അനുഭൂതി തലം നാരായണീയത്തിനുണ്ട്. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഢാധിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. ഗുരുമരുത്പുരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, ഒരു ദിവസം ഏകദാ മാതാ ഗാഢാധിരൂഢഗരിമാണം, ഒരു ദിവസം യശോദ ദേവി നിന്തിരുവടിയെ മടിയിൽ വെച്ചിരിക്കുന്ന സമയത്ത് വല്ലാതെ കനം തോന്നുകയാൽ ത്വാം വോഢും അപാരയന്തി, അങ്ങയെ താങ്ങാൻ ശക്തിയില്ലാതായിട്ട്, ത്വാം വോഢും അപാരയന്തി, ഈശ്വരനെ താങ്ങാൻ ശക്തിയില്ലാതാവുക. ഭക്തന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു മാനസികമായ ഭാവമാണത്. ചില സമയത്ത് നമുക്ക് ഈശ്വരനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ എന്തൊക്കെയാണോ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഓരോ നിമിഷവും ഇതല്ലല്ലോ എന്നുള്ളതായ തോന്നലിലേക്ക്, അത്ഭുതങ്ങളിലേക്ക്, അതിശയങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈശ്വര ലീലകൾ. അങ്ങനെയുള്ളതായ ഒരു അത്ഭുതം ഇവിടെ യശോദയിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ അത്ഭുതം സത്യത്തിൽ ഈ ശ്ലോകം കേൾക്കുന്ന സമയത്ത് നാരായണീയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉപാസിക്കുന്നവരായ ആളുകളുടെ ഉള്ളിലും ആ അത്ഭുതം ഉളവാകുന്നു. ഇതാണല്ലോ കാവ്യം, സഹൃദയത്വം എന്ന് പറയുന്നത്. നാരായണീയകാരനായിരിക്കുന്ന മേൽപ്പത്തൂരിന്റെ ഹൃദയത്തിൽ അത് അനുഭവിച്ചുകൊണ്ട് മേൽപ്പത്തൂർ എഴുതിയതിനാലാണ് നമുക്കും അത് അനുഭവവേദ്യമാകുന്നത്. ശയനേ നിധായ ഇതം കിം വത, ഇതെന്താണിത് എന്നിങ്ങനെ
അത്ഭുതത്തോടുകൂടി ചിന്തിച്ച് കുട്ടിയെ താഴെ വെച്ചു. ധ്യായന്തി ഗൃഹേഷു അചേഷ്ടത. ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഗൃഹകാര്യങ്ങളിൽ വ്യാപൃതയായി. ഭഗവാൻ അപ്പോൾ തനിക്കുള്ള ഈ ഭാരത്തെ തൻ്റെ അമ്മയ്ക്ക് അനുഭവിപ്പിച്ചു കൊടുക്കാനുള്ളതായ കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അസുരന്റെ വരവിനെ വർണ്ണിക്കുകയാണ്. താവത് വിദൂരമുപകർണിത ഘോരഘോഷവ്യാജൃംഭിപാം സുപടലീ പരിപൂരിതാശ വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. താവത് വിദൂരം ഉപകർണിത ഘോരഘോഷവ്യാജൃംഭിപാം സുപടലീ പരിപൂരിതാശ. വളരെ ദൂരെ നിന്ന് കേൾക്കുന്നതായ ഭയങ്കര ശബ്ദവും പൊങ്ങിപ്പരന്ന പൊടിപടലങ്ങളും ആ പൊടിപടലങ്ങളാൽ ദിക്കുകളെയെല്ലാം നിറച്ചുകൊണ്ടും പരിപൂരിതാശ വാത്യാവപുതൃണാവർത്താഖ്യ സ കില ദൈത്യവര. ഒരു ദൈത്യവരനാണ്, വീരനാണ്. ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ വന്നതായ തൃണാവർത്തൻ എന്ന് പേരുള്ള സക്കില ദൈത്യവര. സക്കില അവൻ എന്നവിടെ എടുത്തു പറയുമ്പോൾ ഈ തൃണാവർത്തൻ ആർക്കും അറിയാത്ത ഒരാളല്ല. അപ്പൊ അതിനു മുമ്പേ അപകടങ്ങൾ പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്, കംസഭൃത്യനാണ്. അത് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദൈത്യനുണ്ടല്ലോ, അയാളാണ് വന്നത് എന്നാണ് ഇവിടെ സക്കില ദൈത്യവര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനമാനസഹാരിണം. ആ ദൈത്യവരം വന്നത് എന്തിനാ? ജനമാനസഹാരിണം, ജനമനസ്സുകളെ ഹരിക്കുന്നവനായിരിക്കുന്ന ത്വാം ജഹാര, അങ്ങേ അപഹരിച്ചു. അങ്ങാരാണ്? എല്ലാ ജനങ്ങളുടെയും മനസ്സിനെ അപഹരിക്കുന്നവനാണ്. അങ്ങനെയുള്ളതായ അങ്ങയെ അപഹരിച്ചു കൊണ്ടുപോയി ഈ അസുരൻ. അപ്പൊ ഈ അപഹാരം അത് തന്നെയാണ് രണ്ടുപേരും നടത്തുന്നത്. അസുരനും അപഹാരം തന്നെയാണ് നടത്തുന്നത്, ഈശ്വരനും അപഹാരം തന്നെയാണ് നടത്തുന്നത്. ഈശ്വരനെ ഈശ്വരനാക്കുന്നതും അസുരനെ അസുരനാക്കുന്നതും എന്താ അതിന്റെ പ്രത്യേകത? ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്നവനാണ് ഈശ്വരനെങ്കിൽ, അങ്ങനെ ജനമനസ്സിനെ അപഹരിക്കുന്നവരായ ആളുകളെ അപഹരിക്കുന്നവരാണ് ഈ അസുരന്മാര്. ജനമനസ്സിനെ അപഹരിക്കുന്നതാണ് ഈശ്വരീയമായിരിക്കുന്ന ഭക്തിഭാവത്തെ വർണ്ണിക്കുന്നതായ ഗ്രന്ഥങ്ങളോ കഥകളോ ഒക്കെ. അങ്ങനെ ജനമനസ്സിനെ അപഹരിക്കുന്നതായ ഈശ്വരഭാവങ്ങളെ മുഴുവനും അപഹരിക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അതിനോട് യുദ്ധം ചെയ്യുന്നവരായ ആളുകളെയാണ് അസുരന്മാര് എന്ന് വിളിക്കുക. അപ്പൊ അമ്മ അടുത്തില്ലാത്ത സമയത്താണ് തൃണാവർത്തൻ വന്നിട്ടുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഭാരം അമ്മയ്ക്ക് തോന്നിപ്പിച്ചത് എന്നതിന്റെ ഉത്തരം ഇവിടെ വ്യക്തമാണ്. അമ്മയെ തന്റെ അടുത്ത് നിന്ന് മാറ്റണം. ഈ അസുരൻ വരുന്നത് തന്നെ എടുത്തു കൊണ്ടുപോകാനാണല്ലോ. അമ്മ എന്ത് കുഴച്ചു പാവം. അപ്പൊ എങ്ങനെയെങ്കിലും അമ്മയെ തന്റെ അരികത്ത് നിന്ന് മാറ്റുന്ന സമയം മനസ്സുകൊണ്ട് കൽപ്പിച്ച് ഭഗവാൻ ആ വിരാട് ഭാവം അനുഭവിക്കത്തക്ക വിധത്തിലുള്ളതാക്കി തീർത്തു യശോദയ്ക്ക്. ഇപ്പൊ നമ്മളൊക്കെ ഭഗവാനെ എടുക്കുന്നു, താലോലിക്കുന്നു എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഭഗവാനെ എടുക്കാനും താലോലിക്കാനും പുഞ്ചിരി തൂകുന്ന ഭഗവാനെ കണ്ട് ആനന്ദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതിന് കാരണം ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ ഭഗവാൻ ഭക്തന് അനുഗ്രഹം കൊടുക്കുന്നു. എന്ത്? തന്നെ ആരാധിക്കാനുള്ളതായ അനുഗ്രഹം, തന്നെ താലോലിക്കാനുള്ള അനുഗ്രഹം, തന്നെ ശുശ്രൂഷിക്കാനുള്ളതായ അനുഗ്രഹം. ഇത് ഭഗവാൻ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഭക്തന്മാർക്ക് അതിനെ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഭഗവാൻ തൻ്റെതായിരിക്കുന്ന ഈശ്വരാശ്രയ സമയത്ത്, ഈശ്വരനെ ആശ്രയിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ആ ഈശ്വരനെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും ശ്രമിക്കുമ്പോൾ അനവധി തരത്തിലുള്ളതായ പരീക്ഷണങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പൊ അത് ഭക്തന് സഹിക്കാൻ പറ്റുന്നതല്ല എന്നറിയാവുന്ന ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ ചെയ്തത് എന്താ?
ഒരു ദുഃഖവും ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഇല്ലാതെ തന്നെ ആശ്രയിക്കാനുള്ളതായി വഴിയൊരുക്കി കൊടുത്തു ഭഗവാൻ. അതിനാണ് ഈ ലീലാമയങ്ങളായിരിക്കുന്നതായ അനവധി നാട്യങ്ങളെ ഭഗവാൻ ചെയ്തത്. ഉദ്ദാമപാംസു തിമിരാഗത ദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോദ. ഈ തൃണാവർത്തൻ എന്ന പേരുള്ള അസുരൻ കാറ്റിന്റെ രൂപത്തിൽ വന്ന് അവിടെ ആകെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദ്ദാമ പാംസു തിമിരാഘത ദൃഷ്ടിപാതേ, കാറ്റത്ത് ആകാശത്തേക്ക് പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങി. അതോടുകൂടി എല്ലായിടത്തും ഇരുട്ട് പരന്നു, സൂര്യനെ മറച്ചു. വെളിച്ചം മറയ്ക്കുന്നവരാണല്ലോ അസുരന്മാര്. പശുപാലലോകേ കിമപി ദ്രഷ്ടും അകുശലേ, ഗോപന്മാരൊക്കെ ഈ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു കിടക്ക, ഒന്നും കാണാൻ കഴിയാത്തവരായി തീർന്നു. ഹാ ബാലകസ്യ കിം, അയ്യോ ഉണ്ണിക്ക് എന്താ പറ്റിയേ എന്ന് വിചാരിച്ച് ആപ്താ മാതാ, വന്നു ചേർന്നവളായിരിക്കുന്ന യശോദ എവിടെയാണോ ഉണ്ണിയെ കിടത്തിയത് അവിടെ ഉണ്ണിയെ കാണാനില്ല. ഭവന്തം അവിലോക്യ ഭൃശം രുരോദ, പെട്ടെന്ന് അങ്ങയെ കാണാതായപ്പോൾ ഉറക്കെ കരഞ്ഞു. ഇവിടെയൊക്കെ ഒരു കഥ വർണ്ണിക്കുന്നതോടൊപ്പം ആ കാവ്യത്തിലെ വർണ്ണനയായി പരിണമിക്കുമ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തിൽ ആരാധനാവേളകളിൽ ഉണ്ടാകുന്നതായ വിവിധങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെ കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം കഥ കേൾക്കുമ്പോൾ ഭാഗവതാദി പുരാണ ശ്രവണങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന ഭക്തന്മാർക്ക് കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പക്ഷേ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് ബുദ്ധിയായാലും മനസ്സായാലും സാധാരണക്കാരായ ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ അത് തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ ചില സമയത്ത് കഥയൊക്കെ വിട്ടുപോകും, മനസ്സ് പതറിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്, കഥ കേൾക്കുകയാണെന്നാണ് സ്വയവും വിചാരിക്കുന്നത്, പക്ഷെ മനസ്സ് വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും അയ്യോ ഇപ്പൊ എന്താ പറഞ്ഞാവോ ആചാര്യൻ, ഭഗവാൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ, മനസ്സിലായില്ല. കാരണം ആ സമയത്ത് മനസ്സ് എവിടേക്കോ പോയി. അപ്പൊ ഇത്തരത്തിൽ ഒരു ഭക്തന്റെ ഉള്ളിലും ഇപ്പൊ യശോദയ്ക്ക് താൻ കിടത്തിയ സ്ഥലത്ത് ഭഗവാനെ കാണാൻ അതായപ്പോൾ ഉണ്ടായ സങ്കടം പോലെ എല്ലാ ഭക്തന്മാർക്കും ക്ഷേത്ര ദർശനത്തിലൂടെ ഭഗവാനെ അനുഭവിക്കുന്നവരായാലും, കഥകളിലൂടെ ഭഗവാനെ അനുഭവിക്കുന്നവരായാലും, ദാർശനിക വിചാരങ്ങളിലൂടെ ഭഗവാനെ അനുഭവിക്കുന്നവരായാലും, അവർക്കൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ പറയുന്നതായ ബാഹ്യമായ ഇന്ദ്രിയങ്ങളാകുന്നതായ സുഖഭോഗ തൃഷ്ണകളൊക്കെ കൊടുങ്കാറ്റായി വന്ന് ആ ഭഗവാനിൽ നിന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും മനസ്സ് വിഷയസുഖങ്ങളിൽ വ്യാപരിച്ച് ആ ഭഗവാനെ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ അനുഭവം വേണ്ടതുപോലെ അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതായ ഒരു മറ സൃഷ്ടിക്കുന്നുണ്ട്. ആ സമയത്ത് ഭക്തർക്കുണ്ടാകുന്ന ദുഃഖമുണ്ട്, ഒപ്പം കൗതുകവുമുണ്ട്. ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് അതൊക്കെ ഭഗവാന്റെ ലീല തന്നെ എന്നുള്ള തിരിച്ചറിവ്. അല്ലാതെ അതിൽ തന്നെ നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. അയ്യോ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ലല്ലോ, എനിക്ക് കഥ മുഴുവൻ മനസ്സിലായില്ലല്ലോ, ഇങ്ങനെ ഒരു വിഷാദത്തിന്റെ ആവശ്യമില്ല. പരമാവധി നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രദ്ധിക്കുക. എത്ര ശ്രദ്ധിച്ചിട്ട് എന്താ കാര്യം? യശോദ എത്രയോ ശ്രദ്ധിച്ചു, പക്ഷെ ഭഗവാൻ ആ ആപത്തുകളെ മുന്നേ തടുക്കാൻ കഴിവുള്ളവനായിട്ടും ആ ആപത്ത് വരണം, അത് വന്ന് ആ പ്രതിബന്ധങ്ങളെ വേണ്ടതുപോലെ എതിരിട്ട് തോൽപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഒപ്പം ഭഗവാന്റെ ഭക്തരക്ഷണം എന്ന ധർമ്മവും അവിടെ വ്യക്തമാക്കുകയാണ്. അമ്മയുടെ നിലവിളി എങ്ങും പൊങ്ങി പരക്കുന്നു. ഉണ്ണി എന്നുള്ളതായ ആ വിളിയിൽ താവത്സദാനവരോപിചദീനമൂർത്തിർഭാവത്കഭാര പരിധാരണലൂനവേഗ സങ്കോചമാപ തദനുക്ഷതപാം സുഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. ആ യശോദയുടെ നിലവിളി താവത്സദാനവരഹ അപിചലൂനവേഗ, ആ നിലവിളി എല്ലായിടത്തും പരന്നു കഴിഞ്ഞപ്പോ അസുരൻ ഭഗവാനെ എടുത്ത് പൊങ്ങുകയാണല്ലോ ചെയ്തത്. ഇവിടെ യശോദയ്ക്ക് മടിയിൽ വെക്കാൻ പറ്റാത്ത വിധം ഭഗവാൻ കനം കാണിച്ചു.
പർവ്വതം മടിയിൽ വെക്കുന്ന പോലെ അങ്ങനെയുള്ള ഭഗവാനെയാണ് അസുരൻ അപഹരിച്ചത്. പക്ഷെ അസുരന് ഭഗവാൻ എടുത്തു കഴിഞ്ഞപ്പോ അധികം മുകളിലേക്ക് പൊങ്ങാൻ പറ്റിയില്ല. ലൂനവേഗ, വേഗം കുറഞ്ഞു, ശക്തി കുറഞ്ഞു കാറ്റിന്റെ. കാരണം ഭഗവാൻ എടുത്തേക്കാണല്ലോ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു കാറ്റ് വീശുന്ന സമയത്ത് ആ കാറ്റിനെ പ്രതിരോധിക്കുന്നതായ ഭാരമേറിയ എന്തെങ്കിലും മാധ്യമങ്ങൾ പ്രതിബദ്ധമായി നിലനിൽക്കുമ്പോൾ ആ കാറ്റിന്റെ ശക്തി കുറയുന്നു. കാറ്റവിടെ അടിച്ച് ശക്തി കുറഞ്ഞ് പോകുന്നു. ഈ സ്വാഭാവികമായിരിക്കുന്ന പ്രകൃതിയിൽ ഒരു കാറ്റ് വീശുമ്പോൾ ആ കാറ്റിന്റെ വേഗത കൂടുന്നതിൻ്റെയും വേഗത കുറയുന്നതിൻ്റെയും ഒക്കെ ആ സാമാന്യ ധർമ്മങ്ങളെ കവിതയിലൂടെ ഇവിടെ നമുക്ക് അവതരിപ്പിച്ച് തരികയാണ് നാരായണീയകാരൻ. അപ്പൊ ഈ സ്വഭാവോക്തികളിലൂടെ നമ്മളും ആ രംഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതാണ് കവിതയുടെ മഹത്വം. ചില പ്രത്യേക അലങ്കാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നന്നായി ആസ്വദിച്ച് കേൾക്കുന്ന സമയത്ത് പ്രകൃതിയിലെ ധർമ്മങ്ങളെ അതേപടി വർണ്ണിച്ചുകൊണ്ട് ഈശ്വരലീലകളെ കേൾക്കുന്ന സമയത്ത് നമ്മളും ആ ഈശ്വരൻ അവതരിച്ച ലീലയാടിയ ആ പ്രകൃതിയിൽ എത്തിച്ചേർന്നതുപോലെ ഒരു താതാത്മ്യ ഭാവം വന്നു ചേരുന്നു. അങ്ങനെ ദ്വാപരയുഗ ലീലകളെ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് നാരായണീയം ശക്തമായ ഭക്തഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള കാരണവും. ദീനമൂർത്തി സങ്കോചം ആപാ തദനു ക്ഷതപാം സുഘോഷേ ഘോഷേ ഭവജ്ജനനീ നിനാദഃ വ്യതായത. പെട്ടെന്ന് ഈ കൊടുങ്കാറ്റൊക്കെ അങ്ങോട്ട് അടങ്ങി. അമ്പാടിയിൽ ആകമാനം യശോദയുടെ കരച്ചിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ആ അസുരനും ഭഗവാനെ വേണ്ടതുപോലെ അപഹരിച്ചു കൊണ്ടുപോകാം, ഇപ്പൊ തന്നെ കംസന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് തനിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ചതായ അസുരന് പക്ഷെ ഭഗവാനെ എടുത്ത സമയത്ത് ഈ ഘോരമായ ഭാവം അടങ്ങി. പെട്ടെന്ന് അവിടെ ഉണ്ടായത് എന്താ? യശോദയുടെ കരച്ചിൽ എല്ലായിടത്തും ഉയർന്നു കേട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാറ്റിന്റെ ശബ്ദം കുറഞ്ഞു. അതുകൊണ്ടാണല്ലോ യശോദയുടെ ശബ്ദം ഉയർന്നു കേട്ടത്. അപ്പൊ അതിനർത്ഥം ആ കാറ്റ് അടങ്ങി എന്ന് തന്നെയാണ്. രോദോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദൽ സുനന്ദമുഖ ഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖിലമുക്രികരം മുമുക്ഷുസ്ത്വയ്യ പ്രമുഞ്ചതി പപാതവിയത് പ്രദേശാത്. രോദോപകർണനവശാത് ഗേഹം ഉപഗമ്യ. യശോദയുടെ നിലവിളി കേട്ടപ്പോ നന്ദമുഖ ഗോപകുലേഷു ക്രന്ദൽസു, ഗോപന്മാര് എല്ലാവരും കരയുകയാണ്. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് എല്ലാവരും വന്ന് നോക്കുമ്പോ ദീന ദാനവഹാതു, ആ അസുരൻ ക്ഷീണിതനായി അഖിലമുക്തികരം ത്വാം മുമുക്ഷു, എല്ലാ ഭക്തർക്കും എല്ലാവർക്കും മുക്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായ ഭഗവാന്റെ കയ്യിൽ നിന്ന് ത്വയി അപ്രമുഞ്ചതി, ഭഗവാൻ വിടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വിയത് പ്രദേശാത് പപാത, ഭൂമിയില് വീണു. അപ്പൊ എല്ലാവർക്കും മുക്തി കൊടുക്കുന്നവനാണ് ഭഗവാൻ. തൃണാവർത്തനാകട്ടെ അങ്ങനെയുള്ളതായ ഭഗവാനെയാണ് എടുത്തത്. പക്ഷെ ആ ഭാരം താങ്ങാൻ കഴിയാതെ ആയിക്കഴിഞ്ഞപ്പോൾ ആ ഭഗവാനെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എങ്ങനെയെങ്കിലും ഓടാം, ഈ എടുത്തത് അപകടമായി, അത് ഉപേക്ഷിച്ച് ഓടാം എന്ന് വിചാരിച്ച അസുരന് പക്ഷെ ഭഗവാനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഒരു അസുരന് പോലും അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പലപ്പോഴും ഈശ്വരനിന്ദ ചെയ്യാൻ പുറപ്പെടുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്നതാ. എങ്ങനെയൊക്കെ ഈശ്വരനെ നിന്ദിക്കാം, എങ്ങനെയൊക്കെ ഈ ഈശ്വരൻ ഇല്ല എന്നുള്ളതായ യുക്തിവാദത്തെ സമർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഈശ്വര സാക്ഷാത്കാരം വർണ്ണിക്കുന്ന, ആ സാക്ഷാത്കാരത്തിന് ഉതകുന്നതായ മാർഗങ്ങളെ വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ പരതുന്ന പല ആളുകളും ഈ പരതി ഏകദേശം ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ ഈശ്വരനെ അംഗീകരിക്കാൻ തുടങ്ങുന്നു, അനുഭവിക്കാൻ തുടങ്ങുന്നു, വിട്ടുകളയാൻ പറ്റാത്ത വിധം.
പിന്നെ അവരെത്ര യുക്തിവിചാരം പറയുമ്പോഴും ആ യുക്തിവിചാരത്തിൽ മുഴുവൻ ഈശ്വരനെ കുറിച്ചും ഈശ്വരന്റെ കഥകളെ കുറിച്ചും പറയേണ്ടി വരുന്നു. അവരെ കൊണ്ടുപോലും ആ ഈശ്വരനെ കുറിച്ച് പറയിപ്പിക്കുന്നു. നാരായണൻ എന്ന നാമത്തെ പറയിപ്പിക്കുന്നു, വിഷ്ണു എന്ന നാമത്തെ പറയിപ്പിക്കുന്നു, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ഇങ്ങനെ. അതാണ് ഈശ്വരന്റെ ലീല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അസുരൻ പോലും ഭഗവാനെ എടുത്തത് എന്തിനാ? ലാളനയോടെയല്ല, വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എടുത്തു കഴിഞ്ഞപ്പോ ആ ഭഗവാന്റെ ഭാരം കൊണ്ട് ആ എടുത്ത ആളുടെ ശക്തി അങ്ങോട്ട് ഇല്ലാതായി. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഈശ്വരനെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാലോ? ഈശ്വരൻ സമ്മതിക്കൂ? എല്ലാവർക്കും മുക്തി കൊടുക്കുന്ന ആള് ഈ അസുരനെ വിട്ടില്ല. മുക്തി കൊടുക്കും ഭഗവാൻ തന്നെ ആശ്രയിച്ചവർക്കൊക്കെ. പകുതി വെച്ച് ഉപേക്ഷിച്ച് പോകാനൊന്നും ഭഗവാൻ സമ്മതിക്കില്ല. അപ്പൊ ഇങ്ങനെ ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ വന്ന് നോക്കുമ്പോ എന്താണ് കാണുന്നത്? ആകാശത്തിൽ നിന്ന് വീണതായ വിയത്പ്രദേശാത്മപാത. ഈ അസുരൻ ഭൂമിയിലേക്ക് നിപതിച്ചു, ആകാശത്തിൽ നിന്ന് താഴേക്ക് വീണു. ആ വീഴുന്ന കാഴ്ച കാണുകയാണ്. എങ്ങനെ വീണത്? രോദകുലസ്തനുഗോപഗണ ബഹിഷ്ഠപാഷാണ പൃഷ്ഠഭുവി ദേഹമതിസ്ഥവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം തദനുരോധാകുലാ ഗോപഗണ ബഹിഷ്ഠപാഷാണ പൃഷ്ഠഭുവി അതിസ്ഥവിഷ്ടം ദേഹം നിപതന്തം പ്രൈക്ഷന്ത. ഇത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ നാരായണീയകാരന്റെ സംഭാവനയാണ്. സംസ്കൃത ഭാഷയിലേക്ക് വളരെ വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കവിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. മലയാളികളായ നമുക്കൊക്കെ ലോകത്ത് എവിടെ ചെന്നാലും ബഹുമാനം ഈ നാരായണ ഭട്ടതിരിപ്പാടിനെ കുറിച്ചും നാരായണീയത്തെക്കുറിച്ചും പറഞ്ഞാൽ കിട്ടും. കാരണം വിശ്വഭാഷയായ സംസ്കൃതത്തിൽ ആ സംസ്കൃത ഭാഷയ്ക്ക് പദങ്ങളെയും വ്യാകരണ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന പുതിയ പുതിയ പ്രയോഗങ്ങളെയും സംഭാവന ചെയ്ത ആളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. സംസ്കൃത ക്ലാസിക്കുകളിൽ ഒന്നായിട്ടാണ് നാരായണീയ അറിയപ്പെടുന്നത്. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഈ ഭാഷാ പ്രയോഗത്തിന്റെ സർഗാത്മകത തന്നെയാണ്. തദനുരോധാകുലാ ഗോപഗണ ബഹിഷ്ഠപാഷാണ പൃഷ്ഠഭുവി അതിസ്ഥവിഷ്ടം ദേഹം നിപതന്തം പ്രൈക്ഷത കണ്ടു, പ്രകർഷേണ ഈക്ഷത, ഭംഗിയായി കണ്ടു. എന്താ കണ്ടത്? എല്ലാവരും കണ്ടു. ഭഗവാനെ കണ്ടവരെ കുറിച്ചാണല്ലോ ഭാഗവതം പറയുന്നത്. അങ്ങനെ ഭഗവാനെ കണ്ടവരെ എങ്ങനെയാണ് കണ്ടത് എന്ന് വർണ്ണിച്ചുകൊണ്ട് നമുക്കും ആ ഭഗവാനെ കാണാനുള്ള അവസരമാണല്ലോ ഭാഗവതം ഒരുക്കിത്തന്നത്. അങ്ങനെ ഭാഗവതം ഒരുക്കിത്തന്ന് എന്ത് കാഴ്ചയാണോ ഭക്തന്മാര് കണ്ടത്, അതിനെ പട്ടേരിപ്പാട് ആ ഗുരുവായൂരപ്പന്റെ നടയിലിരുന്ന് ഗുരുവായൂരപ്പനെ നോക്കി കൗതുകപൂർവം അല്ലല്ല ഭഗവാനെ ഇങ്ങനെയൊക്കെ അല്ലേ അന്ന് ഉണ്ടായത് എന്ന ഭാവത്തിൽ വർണ്ണിച്ചുകൊണ്ട് അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വീണ്ടും ആ കാഴ്ച കുറച്ചുകൂടി സൗന്ദര്യാത്മകമായി പകർന്നു തരികയാണ്, രസാനുഭൂതിയോടുകൂടി. ഒറ്റ രസമേ ഉള്ളൂ നാരായണീയത്തിൽ, അത് ഭക്തിയാണ്. കരയുന്നവരായിരിക്കുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളും കാണുന്നത് എന്താ? പുറമേ ദൂരെ ഒരു പാറപ്പുറത്ത് അതിസ്ഥവിഷ്ടം ദേഹം, വലിയൊരു ശരീരം വന്ന് വീഴുന്നു. എന്നിട്ടോ ആ ശരീരത്തിന്റെ മുകളില് മാരിടത്തിൽ അമുഷ്യ വക്ഷസ്യ അക്ഷീണമേവ അലം ഹസന്തം. ആ ഭീമാകാരമായ ശരീരത്തിലെ മാരിടത്തില് പുഞ്ചിരി തൂകിക്കൊണ്ട് യാതൊരു ക്ഷീണവുമില്ലാതെ മന്ദഹാസം തൂകിയിരിക്കുന്നതായ ഭഗവാനെയാണ് കാണുന്നത്. ശരീരം കണ്ടു. ശരീരം ഇത്രയും ബൃഹത്തായതാണ് അല്ലെ? ഇത്രയും ബൃഹത്തായ ശരീരമാണെങ്കിലും ഗോപന്മാരും ഗോപികളും കണ്ടത് ഭവന്തം, അങ്ങേയാണ് കണ്ടത്. എങ്ങനെയുള്ള അങ്ങേ? ഹസന്തം, അലം ഹസന്തം, നല്ല പോലെ മന്ദഹാസം തൂകിയിരിക്കുന്ന അങ്ങയെ കണ്ടു. ഭക്തന്മാർക്ക് അല്ലാതെ ഈ അസുരനെ കാണാൻ നേരണ്ടോ? മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും
ഉള്ളിലുള്ളൊരു ചോദന. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ ആ അപകടം കുറച്ചു നേരം നോക്കി നിൽക്കാൻ പലർക്കും ഇഷ്ടമാണ്. എല്ലാവരുടെ കാര്യമല്ല പറയണേ, ചില കാര്യങ്ങൾ, ലോകത്തിലെ പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങൾ. എന്തെങ്കിലും ഇപ്പൊ സാമാന്യമായി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ അവിടെയുണ്ട്. നല്ല മരങ്ങൾ, പൂമരങ്ങൾ, പുഞ്ചിരി തൂകി നിൽക്കുന്നതായ പൂക്കളോടുകൂടിയ മരങ്ങളും ഉദ്യാനങ്ങളും, അനവധി നല്ല മനുഷ്യരും ഒക്കെ ഉണ്ടാവും ചുറ്റും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു പോകുന്ന ചില ആളുകൾ പെട്ടെന്ന് വഴിയിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ വേഗം അവിടേക്ക് ശ്രദ്ധിക്കും. അപകടങ്ങൾ ശ്രദ്ധിക്കാൻ വലിയ ഇഷ്ടമാണ്. ഇഷ്ടമായതുകൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ എന്തോ. അപ്പൊ അതുപോലെ ഇവിടെയും സംഭവിച്ചത് അതാ, ഒരു അപകടമാണ്. ഒരു ഭീമാകാര രാക്ഷസ ശരീരമാണ് വന്ന് വീണത്. പക്ഷെ ഭക്തന്മാര് കണ്ടതോ, ആ ശരീരം ഭീമാകാരമാണെങ്കിലും ആ ശരീരത്തെ അല്ല ഇവിടെ പട്ടേരിപ്പാട് വർണ്ണിച്ചത്, ഭക്തൻ കണ്ടതിനെയാണ് വർണ്ണിച്ചത്. കാരണം ഭക്തൻ അവിടെ അസുരന്റെ ഭീമാകാര ശരീരത്തിന്റെ വർണ്ണനയിലൊന്നും ഭക്തൻ തൃപ്തനാവില്ല. ഭക്തൻ എപ്പോഴും വർണ്ണന എന്താ വേണ്ടത്? ഈശ്വരനെ വർണ്ണിക്കണം. അപ്പൊ അവിടെ ഭക്തന്മാരാകെ കണ്ടത് എന്താ? ഭീമാകാര ശരീരത്തിന്റെ മധ്യത്തിൽ അതാ പുഞ്ചിരി തൂകി നിൽക്കുന്നതായ ഭഗവാൻ. ഇപ്പൊ ലോകത്തെ എന്ത് അഹിതങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഇതൊന്നും ഭക്തർ ശ്രദ്ധിക്കുന്നില്ല. കാരണം അവിടെയൊക്കെ ഈശ്വര സാന്നിധ്യങ്ങളുണ്ടോ എന്നാണ് ഭക്തർ അന്വേഷിക്കുന്നത്. എവിടെയാണ് ഈശ്വരൻ? ആ ഈശ്വരനെ അനുഭവിക്കാനുള്ള വഴികളിലൂടെ അല്ലെങ്കിൽ കാഴ്ചകളിലൂടെ അനുനിമിഷം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ലോകം തന്നെ ഒരു അപകടമാണെന്നിരിക്കെ അല്ലേ, വേദാന്തികൾ പറയുന്നത് അങ്ങനെയാണല്ലോ, മിഥ്യയാണ് പ്രപഞ്ചം, അതൊരു അപകടമാണ്. അപത്യം ആയിട്ടാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. അപത്യം, ഒരു വീഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മുടേതൊക്കെ ജനനം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളതായ മായാനിബദ്ധമായ പ്രപഞ്ചത്തിലേക്ക് എങ്ങനെയാണ് ഉറക്കത്തിൽ സ്വപ്നത്തിലേക്ക് എന്നതുപോലെ നമ്മളൊക്കെ ഉണർന്നത്, അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇതിനതീതമായി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതായ ഈശ്വരനെ അനുഭവിക്കാനുള്ള വഴികളാണ് ഈ ബാലലീലകളിലൂടെ ഭഗവാൻ ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണുകിടക്കുന്നതായ അസുരന്റെ മാറിടത്തിൽ പുഞ്ചിരി തൂകിയിരിക്കുന്ന ഭഗവാനെ പ്രേക്ഷന്ത ഒരുപാട് ആളുകൾ കണ്ടു. ഒരാളല്ല, ഗോപന്മാരും ഗോപികമാരും ഒക്കെ കണ്ടു. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസുദുഷ്ടധനുജോപരിധൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരിധൃഷ്ടഹാസം അംബുജകരേണ ആഘ്നാനം ഭവന്തം ഗോപാഹ ഏത്യ ഗിരിവരാത് നീലരത്നം ഇവ ദധുഹു. ദധു എടുത്തു. എന്തിനെ എടുത്തു? നീലരത്നം ഇവ. ഒരു നീലരത്നം എടുക്കുന്നത് പോലെ, ഇന്ദ്രനീലരത്നം എടുക്കുന്നത് പോലെ ഭഗവാനെ എടുത്തു. അപ്പൊ ഭഗവാനെ ആ നീലരത്നം ആയി വർണ്ണിച്ചു. കല്ലു വേണോ, നീലനിറം കോലും നല്ല കല്ലു വേണോ, മല്ലവൈരിപ്പേരോലുന്ന കല്ലു വേണമോ എന്ന് വാഴക്കുന്നത്തെ പാടാൻ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ നാരായണീയകാരന്റെ ഈ വർണ്ണനയായിരിക്കാം. ഒരു ഇന്ദ്രനീലക്കല്ല് എടുക്കുന്നത് പോലെ ഭഗവാനെ എടുത്തു. എവിടെ നിന്നാ ഇന്ദ്രനീലക്കല്ല് കിട്ടുക? പർവ്വതത്തിൽ നിന്നാണ്. ഇവിടെ പർവ്വതം ആരാ? ഈ അസുരനാണ്. അപ്പൊ അസുരനാകുന്ന പർവ്വതത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇന്ദ്രനീലക്കല്ല് എടുക്കുന്നത് പോലെ പുഞ്ചിരി തൂകിയിരിക്കുന്ന ഭഗവാനെ രണ്ട് കൈകൊണ്ടും വാരിയെടുത്തു ഗോപന്മാരും ഗോപികളും ഒക്കെ കൂടി. ആ ഭഗവാൻ അവിടെ ഇരുന്നിരുന്നത് എങ്ങനെയാണ് എന്ന് വർണ്ണിക്കുകയാണ് ആദ്യത്തെ പാദത്തിൽ. പാറമേൽ വീണു തകർന്ന പടുകൂറ്റൻ ശരീരത്തോടു കൂടിയതായ ആ ദുഷ്ടന്റെ മീതെ ശരീരത്തിൽ എങ്ങനെയാണ് ഭഗവാൻ ഇരുന്നിരുന്നത്? ധൃഷ്ടഹാസം അംബുജകരേണ. ധൃഷ്ടഹാസം, അതായത് യാതൊരു അല്ലലുമില്ലാതെ പൊട്ടിച്ചിരിക്കുക, ഒരു കൂസലുമില്ലാതെ പൊട്ടിച്ചിരിക്കുക. അത്തരത്തിൽ പൊട്ടിച്ചിരിച്ച് ഭഗവാൻ ഈ അസുരന്റെ മാർഗത്തിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. ആഘ്നാനം ഭവന്തം. ആഘ്നാനം, അംബുജകരേണ ആഘ്നാനം. താമര കൈ കൊണ്ട് ഇങ്ങനെ ആ മാറിടത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. കൊച്ചു കുട്ടികളുടെ ഒരു ഭാവ ചേഷ്ടയാണത്. സ്വഭാവോക്തിയിലേക്ക് ഇത്
ചേർത്ത് വെക്കാൻ വേണമെങ്കിൽ. ഒരു കൊച്ചുകുട്ടിയുടെ എന്തൊക്കെ വലിയ അപകടങ്ങൾ സംഭവിച്ചാലും കുട്ടികൾ എന്താണ് അവിടെ അവരുടേതായ ചേഷ്ടകളിൽ മുഴുകിയിരിക്കും. അതുപോലെ ഭഗവാൻ അവിടെ ഒന്നും അറിയാത്ത മാതിരി ആ അസുരന്റെ മാരടത്തിൽ തന്റെ താമര കൈ കൊണ്ട് ഇങ്ങനെ ആ മാരടത്തിൽ ഇങ്ങനെ തല്ലി തല്ലി തല്ലിയിരുന്നു എന്നാണ് വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ളതായ താമരക്കൈ കൊണ്ട് അസുരന്റെ മാരടത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഒരു ഇന്ദ്രനീലക്കല്ല് എടുക്കുന്നത് പോലെ ഗോപന്മാരും ഗോപികളും കൂടി വാരിയെടുത്തു. ഭാഗവതത്തിൽ തമന്തരിക്ഷാത് പതിതം ശിലായാം വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രീയോ രുദത്യോ ദൃശുസമേത പ്രാദായ മാത്രേ പ്രതിഗൃഹ്യ വിസ്മിത കൃഷ്ണം ച തസ്യോരസി ലംബമാനം. അതിമഹത്തരമായിരിക്കുന്നതായ തൃണാവർത്ത മോക്ഷം എന്ന ഭഗവാന്റെ ലീലയെ ഭാഗവതം വർണ്ണിക്കുകയാണ്. പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രീയോ രുദത്യോ ദൃശുസമേത. അവിടുത്തെ കരച്ചിലും കോലാഹലങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? പണ്ട് ത്രിപുരൻ ആ പുരങ്ങളെ ദഹിപ്പിക്കുന്ന സമയത്ത് ആ പുരത്തിൽ നിന്നും ഉയർന്നു കേട്ട നിലവിളി പോലെ ഒക്കെയാണ് അവിടുത്തെ ആ ഒരു സംഭവത്തെ ഭാഗവതം വർണ്ണിച്ചത്. നന്ദഗോപാദികള് ഓരോരുത്തരും ആ ഉണ്ണിയെ വാരി വാരി എടുത്ത് ഗോപസ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ അസുരന്റെ ശരീരം അത്രയും വലുതായിരിക്കാം, ഒരാൾക്ക് അങ്ങോട്ട് എത്തിച്ച് കുട്ടിയെ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാവരും കൂടി ചേർന്ന് ഒരാളുടെ മുകളിൽ മറ്റൊരാൾ കയറിയും ഒക്കെ ആവാം എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ കുട്ടിയെ കൈമാറി കൈമാറി കൊടുത്ത് ഗോപസ്ത്രീകളുടെ കയ്യിലേക്ക് ആ കുട്ടിയെ ഏൽപ്പിക്കുന്നു. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. അപ്പൊ ഓരോരുത്തരായിട്ട് ഏകൈകം ആശു പരിഗൃഹ്യ, ഓരോരുത്തരായി വേഗത്തിൽ കുട്ടിയെ വാങ്ങുകയാണ്, ഇങ്ങനെ മാറി മാറി എടുക്കുകയാണ്. നികാമനന്ദാദി ഗോപ പരിരബ്ധ വിജുംബിതാംഗം. ഏറ്റവും സന്തോഷിച്ച നന്ദാദി ഗോപന്മാര് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മാറോട് ചേർക്കുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം ഭവന്തം പ്രണുമ. അപ്പൊ ഈ ഗോപസ്ത്രീകള് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശങ്കിച്ച് നിൽക്കുകയാണ്. ആദാതു കാമ പരിശങ്കിത, എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശങ്കയോട് കൂടി നിൽക്കുക. ശങ്ക എവിടെയാ? അസുരനെയാണ്. അല്ലേ? ഉഗ്രമായ അസുര ശരീരം അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ളതായ ആ ഭീമാകാര ഭാവങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കില്ലല്ലോ. യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. അതാണ് ഇവിടെ പരിശങ്കിത എന്ന ശബ്ദം കൊണ്ട് പട്ടേരിപ്പാട് സൂചിപ്പിക്കുന്നത്. ആ സ്ത്രീകളുടെ കൈത്താരുകളിലേക്ക് അതാ ഈ കുട്ടിയെ കൊടുത്തപ്പോ ഈ കുട്ടിയോ അവരുടെ കയ്യിലൂടെ ഇങ്ങനെ ഒരാളെടുക്കുമ്പോൾ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് മാറി മാറി എടുക്കുന്ന ആ ഗോപസ്ത്രീകളുടെ കയ്യിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായ ഭഗവാനെ ആണ് ഇവിടെ പട്ടേരി കാണുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ശ്ലോകം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ചിരിയോടുകൂടി ആ ഗോപസ്ത്രീകളുടെ കൈകളിൽ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന പ്രപതിതം, ഓരോ കൈകളിൽ നിന്ന് മറ്റൊരു കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായ ഭഗവാന്റെ ഭാവത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. ഭൂയോപി കിന്നു കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയതാത് സുതം ഇത്യാദി മാതരപിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ. കിംന്നു കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദകായേവ നസ്സുതം ഭൂയ അഭിപരിപാലയതാത്. ഗോപസ്ത്രീകള് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെ മുഴുവനും പരിരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇവിടെ മനുഷ്യ ശിശു രൂപത്തിൽ ആവിർഭവിച്ച് ലീലകളാടുന്ന സമയത്ത് ഗോപസ്ത്രീകളുടെ ഉള്ളിലുള്ളതായ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ? ഭക്തന്മാരുടെ സങ്കടം തീർക്കണ ഭഗവാൻ ഗോവിന്ദനാണ്. അങ്ങനെയുള്ളതായ ആ ഭഗവാൻ തന്നെ ഞങ്ങളുടെ ഉണ്ണിയെ കാത്തുരക്ഷിക്കണേ എന്നാണ്. ഭഗവാനോട് ഭഗവാനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അതാണ് ഇവിടെ പട്ടേരിപ്പാട് എടുത്ത് പറയുന്നത്. അങ്ങയെ രക്ഷിക്കാൻ അങ്ങയോട് തന്നെ ആ ഗോപന്മാരും ഗോപസ്ത്രീകളും പ്രാർത്ഥിച്ചു. വിഭോ ത്വദവനായ ത്വം ഏവ സംപ്രാർത്ഥിത. അല്ലയോ ഭഗവാനെ, അങ്ങയെ രക്ഷിക്കാൻ
അങ്ങയോട് തന്നെ പ്രാർത്ഥിച്ചുവല്ലോ അവർ എന്നാണ്. അപ്പൊ സത്യത്തിൽ ഈ തൃണാവർത്തൻ എന്ന് പറയുന്നതായ അസുരനെ ശ്രീകൃഷ്ണനാണ് വധിച്ചത് എന്നുള്ള കാര്യം ഗോപന്മാരോ ഗോപസ്ത്രീകളോ മനസ്സിലാക്കിയില്ല. ഭഗവാൻ ആ അസുരനെ വധിച്ചു, ഞങ്ങളുടെ കുട്ടിയെ ഭഗവാൻ രക്ഷിച്ചു എന്നാണ് അവർക്ക് ഭാവം ഉണ്ടായത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഇപ്പൊ അത്രയല്ലേ ആയിട്ടുള്ളൂ. ഭഗവാൻ വളരെ കൊച്ചുകുട്ടിയല്ലേ. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോ തന്നെ തൃണാവർത്തനെ വധിച്ചു എന്ന് ഭഗവാൻ ലോകത്തെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലീലകൾക്കൊന്നും ഒരു മനോഹാരിത ഇല്ലാതാവും. അപ്പൊ വാദരൂപത്തിൽ വന്നതായ ഒരു അസുരനെ വധിച്ച ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാന് ഒരു കൊടുങ്കാറ്റിനെ തന്നെ പിടിച്ചു കെട്ടാൻ കഴിയുന്നതായ സേതുമാധവനായിരിക്കുന്ന ഭഗവാന് എന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്താ എന്റെ കാര്യം? വാതരോഗം അല്ലേ? പട്ടേരിയുടെ പ്രാർത്ഥന അതാണല്ലോ, വാതരോഗം മാറ്റിത്തരണേ എന്നാണല്ലോ. അപ്പൊ ഈ വാതരോഗത്തെ മാറ്റിത്തരാൻ ഭഗവാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് മാറ്റിത്തരണേ. എന്താ അത് മാറ്റിത്തരാത്തത് ഭഗവാനെ എന്നാണ് അടുത്ത ശ്ലോകം. വാദാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമുനോ ധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. ഐ അനിലാലയേശ ഏവം വാദാത്മകം ധനുജം പ്രധുന്വൻ ത്വം വാദോദ്ഭവാൻ മമ ഗദാൻ കിമുനോ ധുനോഷി കിം വാ കരോമി പുനരപി നിശേഷരോഗശമം ത്വാം മുഹു അർത്ഥയേ. ഗുരുവായൂരപ്പ, ഇപ്രകാരത്തിൽ വാദസ്വരൂപനായ ഒരു അസുരനെ നിഗ്രഹിച്ച അങ്ങ് വാദാത്മകം ധനുജം പ്രധൂന്വൻ ത്വം, വാദരൂപത്തിൽ വന്നൊരു അസുരനെ വധിച്ച അങ്ങ് കിമു നോ ധുനോഷി, എന്താ എന്റെ വാദരോഗം മാറ്റിത്തരാത്തത്? കിംവാ കരോമി, ഞാൻ എന്താ ചെയ്യേണ്ടത്? പുനരപി നിശേഷ രോഗശമം ത്വാം മുഹു അർത്ഥയേ, എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത് വീണ്ടും വീണ്ടും? എല്ലാ രോഗങ്ങളും മാറ്റിത്തരാൻ നിന്തിരുവടിയോട് മുഹു വീണ്ടും വീണ്ടും ഞാനിതാ അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ശകടാസുര വധം എന്നതായ ഭാഗവതത്തിലെ കഥ നാരായണീയത്തിലൂടെ ആ ശ്ലോകരൂപത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ നാം മനസ്സുകൊണ്ട് ഭഗവാനെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. മാനസപ്രത്യക്ഷം. അപ്പൊ ഈശ്വരനെ മാനസപ്രത്യക്ഷത്തിലൂടെ അനുഭവിക്കാൻ ഇത്തരത്തിലുള്ള കാവ്യങ്ങൾ നമ്മെ സഹായിക്കുന്നു. അങ്ങനെയുള്ള നാരായണീയകാരന്റെ ഹൃദയത്തിൽ തെളിഞ്ഞ ഭാഗവത ലീലാമയങ്ങളായിരിക്കുന്ന ഭാവങ്ങളെല്ലാം ഇത് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ ഹൃദയത്തിലും അനുനിമിഷം തെളിഞ്ഞു വരാനും അതിലൂടെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും ഋഷീശ്വരന്മാർ പോലും അനുഭവിക്കുന്നതായ ആ ആനന്ദത്തെ അനുഭവിക്കാനുള്ള വഴിയൊരുക്കി തന്ന ഋഷികവിയായ ഋഷിക്കവി എന്നാണല്ലോ പ്രമാണം. ദാർശനിക ഭാവങ്ങളെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഭാഗവതത്തെ വർണ്ണിച്ച ആ നാരായണീയകാരനെയും ആ നാരായണീയം പിറന്ന ഗുരുവായൂർ പുണ്യതീർത്ഥത്തെയും നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഭഗവാന്റെ തൃപാദാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമസ്കാരം.